JRCM, താങ്ക് യു ഗിരീഷ് സാർ. കാര്യം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഗിരീഷ് സാറാണ് വെൽക്കം ചെയ്യുന്നതെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തില്ല. ബിനു സാറിനെയാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ ബിനു സാറ് ഞാൻ വിചാരിച്ചിരുന്നു സാറ് തിരക്കിലായിരിക്കും, അപ്പൊ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണേന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു. കാര്യം നല്ലൊരു ഇൻട്രൊഡക്ഷൻ, ഒത്തിരി കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് ഗിരീഷ് സാർ പറഞ്ഞു തന്നു. അപ്പൊ എന്നെ പരിചയപ്പെടുത്തി, എന്റെ പേര് നിമി മിൻസാർ എന്നാണ്. ഞാൻ എറണാകുളമാണ് സ്ഥലം. ഇപ്പൊ RCMൽ വന്നിട്ട് ഇപ്പൊ ഏകദേശം 3 വർഷത്തോളമായി. ഇപ്പം റോയൽറ്റി സ്റ്റാർ ഗോൾഡ് എന്ന് പറഞ്ഞ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഈ ഒരു സിസ്റ്റം എന്നിലേക്ക് തന്നത് പേൾ അച്ചീവർ ആയിട്ടുള്ള രാജിത ബാബു മാഡം ആണ്. അതുപോലെ തന്നെ എന്റെ മെന്റർ, എന്റെ പ്രിയപ്പെട്ട ലീഡർ സ്റ്റാർപ്പൾ നോബിൾ സാറാണ്. അതുപോലെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഡോക്ടർ രാജൻ സാറിന് ഈ അവസരത്തിൽ വളരെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. കാര്യം നല്ല നല്ല ട്രെയിനിങ്സ്, അതുപോലെ നല്ല നല്ല ക്ലാസ്സുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കാനായിട്ട് നമ്മളെ പ്രാപ്തമാക്കുന്നത്. അതുപോലെ ഗിരീഷ് സാറ് ഒത്തിരി അറിവുകൾ, സാറിന്റെ ക്ലാസ്സുകളൊക്കെ, ട്രെയിനിങ്ങുകളൊക്കെ ഒത്തിരി കൂടി ഒരുപാട് മാറ്റങ്ങൾ ഗിരീഷ് സാറിന്റെ ക്ലാസ്സുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു പിൻബലത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ബൈ പ്രൊഫഷൻ അഡ്വക്കേറ്റ് ആണ്. എറണാകുളം ജില്ലാ കോടതിയിൽ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നു. പാർട്ട് ടൈം ആയിട്ടാണ് RCM ചെയ്യുന്നത്. പക്ഷെ പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും എന്റെ ഒരു പ്രൊഫഷൻ ആയിട്ട് തന്നെയാണ് ഞാൻ RCM ചെയ്യുന്നത്. അല്ല, കിട്ടുന്ന സമയങ്ങളിൽ നിന്നല്ല ഞാൻ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ആ രീതിയിൽ തന്നെയാണ് RCM ചെയ്യുന്നത്. വന്നത് വളരെ യാദൃശികമായിട്ടാണ് RCMല്. ഇതുപോലെ ഞാനിപ്പം എന്റെ ടോപ്പിക്കിന്റെ പേര് ദ ഡേഞ്ചറസ് വൈറസ് എന്നാണ്. ഒത്തിരി വൈറസുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഗിരീഷ് സാർ, ഒരു വൈറസിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പൊ അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറസ് ആയതുകൊണ്ടാണ് ആ ഒരു വൈറസ് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പം എന്താ പറയാ, നമ്മൾ വൈറസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ഇപ്പോ കൊറോണയാണ് അല്ലെ. അപ്പം ഇതുപോലെ ഒരു കൊറോണ കാലഘട്ടത്തില് ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് വളരെ യാദൃശികമായിട്ട് RCMലേക്ക് കടന്നു വരുന്നത്. പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചു, നല്ലതാണെന്ന് തോന്നി. RCMൽ വന്നപ്പോ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ലാതെ ഒരു കമ്പനിയിൽ നിന്ന് നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തുന്ന ഒരു സിസ്റ്റം, അതാണ് RCM എന്ന് പറയുന്നത്. RCMന്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ആരോഗ്യം കിട്ടുന്നു, അത് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് വരുമാനം കിട്ടുന്നു. ഒത്തിരി ആളുകളിലേക്ക് അത് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ, ഒരു കസ്റ്റമർ ഗ്രൂപ്പിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ സമ്പത്ത് ലഭിക്കുന്നു. നമ്മളെ ലൈഫിൽ എന്തൊക്കെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മളെ സന്തോഷം, അത് സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്? ആരോഗ്യം വേണം, വരുമാനം വേണം അല്ലെ, സമ്പത്ത് വേണം, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ വേണം നമുക്ക്, അതുപോലെ നല്ല അംഗീകാരങ്ങൾ നമുക്ക് കിട്ടണം, അതുപോലെ യാത്രകൾ ചെയ്യാൻ പറ്റണം, ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വേണം, ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. അപ്പം എന്തൊക്കെയാണോ നമ്മൾ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് RCMന്റെ പ്രത്യേകത. RCMന്റെ ഒരു വിഷൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ RCM സീരിയസ് ആയിട്ട് എടുത്തത്. അപ്പം ഞാൻ വന്ന സമയത്ത് Zoom പ്രോഗ്രാംസ് മാത്രമായിരുന്നു. അപ്പം അതിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്ക് ഓൾറെഡി സോഷ്യൽ സർവീസ് ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ RCMന്റെ ഒബ്ജക്റ്റീവ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് പറ്റിയൊരു ഫീൽഡ് ആണ് എന്നുള്ളതാണ്. പൈസ എന്നുള്ളത് മാത്രമല്ല, നമ്മൾക്ക് ഒത്തിരി ആളുകൾക്ക് നന്മ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം, അത് RCM ആണ്. അത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. ശരിക്കും അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്ന ഓരോ ട്രെയിനിങ്ങുകളും. ശരിക്കും RCMൽ മാത്രമല്ല ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, നമ്മുടെ ലൈഫിലും ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ. കാര്യം എന്റെ 3 വർഷത്തെ എക്സ്പീരിയൻസ് തന്നെ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ ഈ നമ്മുടെ ട്രെയിനിങ്ങിലൂടെ, നമ്മുടെ ക്ലാസ്സുകളിലൂടെ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും RCM എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ശരിക്കും RCM. നിങ്ങൾ ഓരോ ട്രെയിനിങ്ങുകൾ എടുത്തു നോക്കിയോ, അത് RCMലെ ബിസിനസ് ഗ്രോ വരാൻ വേണ്ടി, അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി മാത്രമായിട്ടുള്ളതല്ല. നമ്മുടെ ലൈഫിലും ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ട്രെയിനിങ്ങുകളാണ് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നതും അത്തരത്തിലുള്ള ടോപ്പിക്കാണ്. RCM ബിസിനസ്സിലും നമുക്കുള്ള വൈറസ് ആണ്, പക്ഷെ നമ്മുടെ ലൈഫിലും ഈ വൈറസ് നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് നമ്മളല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വൈറസിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് RCM ബിസിനസ്സിൽ നിങ്ങൾക്ക് സക്സസ് ആകാനും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് ആകാനും പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണിത്. ആ ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലെ, ഇത് ഒരു വൈറസ് ആണ്. അപ്പം എന്താണ് ഈ വൈറസ് എന്നുള്ളതാണ് ശരിക്കും എല്ലാവർക്കും ഒരു ആകാംക്ഷ എന്നുള്ളത്. ശരിക്കും ഞാൻ പറഞ്ഞു, ഞാനും വന്നത് ഒരു കൊറോണ ലോക്ക്ഡൌൺ സമയത്താണ്. ആ കാലഘട്ടത്തിന് ശേഷമാണ് ഞാൻ വന്നത്. ശരിക്കും കോവിഡ് എനിക്ക് തന്നൊരു ഗിഫ്റ്റ് RCM ആണ്. കാര്യം ഞാൻ ആ സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ആ ഒരു ടൈമിലാണ് RCM എനിക്കെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള സമയത്തും നമുക്ക് ദൈവം എന്തെങ്കിലുമൊക്കെ അതിലൊരു വഴി നമുക്കൊരു എന്താ പറയാ ഒരു വാതിൽ തുറന്നിട്ടുണ്ടാവും എന്ന് പറയുന്നത് ശരിക്കും സത്യമാണ്. അതൊരു പ്രകൃതി നിയമമാണ്. നമ്മൾ ഓരോ പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴും നമുക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു ഏതെങ്കിലും എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ്. കാര്യം എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന വൈറസ് എന്ന് പറയുന്നത് ശരിക്കും കൊറോണയേക്കാൾ അപകടകാരിയാണ്. കാര്യം എന്ന് വെച്ചാല് ബിസിനസ്സിൽ മാത്രമല്ല നമ്മുടെ മുഴുവൻ ജീവിതവും താറുമാറാക്കാൻ പോകുന്ന ഒരു വൈറസിനെ കുറിച്ചാണ് ശരിക്കും നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. ശരിക്കും കൊറോണ വന്നു കഴിഞ്ഞാല് നമുക്ക് ഒന്ന് നന്നായി പനിച്ചു കഴിഞ്ഞാല് ചിലപ്പോ മാറിക്കോളും അല്ലെ കൊറോണ. പക്ഷെ ഈ വൈറസ് അങ്ങനെ പെട്ടെന്ന് മാറില്ല. അത് മാറണമെങ്കിൽ നമ്മൾ ബോധപൂർവം മാറ്റാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമാണ് അത് മാറുള്ളൂ. അപ്പൊ എന്താണ് ഈ വൈറസ് എന്നുള്ളത് ഇപ്പം പല ആളുകളും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്താണ് ഇപ്പൊ ഗിരീഷ് സാർ പറഞ്ഞു അല്ലെ, ഗിരീഷ് സാറിനും എക്സൈറ്റഡ് ആണ് കേൾക്കാനായിട്ട് കാണാനായിട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഒരു സ്ലൈഡിലേക്ക് പോവുകയാണ്, അത് റിവീൽ ചെയ്യുവാണ്. ഇതാണ് ആ വൈറസ്. WOT എന്നാണ് വൈറസിന്റെ പേര്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വൈറസ്? WOT എന്ന് പറയുന്നത് വാട്ട് അതേഴ്സ് തിങ്ക്. ശരിക്കും മറ്റുള്ളവര് എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത്, ഇങ്ങനെ ഒരു വൈറസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ കുറെ പേരെങ്കിലും കേട്ട് കാണും ഈ എന്താണ് ഈ മറ്റുള്ളവർ ചിന്തിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോ എന്റെ മുന്നിലിരിക്കുന്ന 75% ആളുകളെങ്കിലും ഒരുപക്ഷെ ഈ വൈറസ് ബാധിച്ചിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഈ വൈറസിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്കും മുൻപ് ഈ വൈറസ് ബാധിച്ചിട്ടുണ്ട്. കാര്യം എനിക്ക് തോന്നുന്നു ഒരു 90% ആളുകൾക്ക് ഈ വൈറസ് ബാധിക്കും. പക്ഷെ അതിൽ നിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പോ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ എന്താ പറയാ ഒരു ഒരു പ്രസന്റേഷനുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കില്ലായിരുന്നു. ഞാൻ എന്റെ പ്രൊഫഷൻ മാത്രമായിട്ട് ഞാൻ ഒതുങ്ങി മാറി നിന്നേനെ. എന്താണ് ഈ WOT അല്ലെങ്കിൽ വാട്ട് അതേഴ്സ് തിങ്ക്? ഇത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയും അല്ലെങ്കിൽ എന്ത് ചിന്തിക്കും എന്നൊക്കെ വിചാരിച്ച് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുകയും നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ചെയ്യില്ല അത്. കാര്യം മറ്റുള്ളവർ എന്തെങ്കിലും നമ്മളെക്കുറിച്ച് ചിന്തിച്ചാലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും വിചാരിച്ചാലോ. പക്ഷെ ചില സമയങ്ങളിൽ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടും. ഇങ്ങനെയുള്ളവരാണ് ഈ വൈറസിന് അഡിക്റ്റ് അല്ലെങ്കിൽ ബാധിച്ച ആളുകൾ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് വേണ്ട കാര്യങ്ങൾ ചെയ്യില്ല, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട്. അപ്പൊ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇനി വരുന്ന സ്ലൈഡുകളിൽ അതിനെക്കുറിച്ച് പറയാം. പക്ഷെ ഒരു സിമ്പിൾ ആയിട്ട് എന്താണ് ഈ ഒരു വൈറസ് എന്നുള്ളത് ഒരു ചെറിയ കഥ, നമ്മൾ മുൻപ് കുഞ്ഞുനാളിലെ പഠിച്ച കഥയാണ്, ഒത്തിരി നമ്മൾ കേട്ട കഥയാണ്. ആ ഒരു സ്റ്റോറിയിലേക്ക് നമുക്ക് പോവാം. ചെറിയൊരു കഥയാണ്. ഒരു അച്ഛനും മകനും ഒരു ഗ്രാമത്തിലുള്ള രണ്ടുപേരാണ്. അപ്പൊ അവര് മാർക്കറ്റിൽ ചന്തയിൽ പോയിട്ട് ഒരു കഴുതയെ വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. അപ്പൊ വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കഴുതയെ നടത്തിക്കൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് ആളുകൾ പറയും, നിങ്ങൾ എന്തിനാണ് ഈ കഴുതയെ ഇങ്ങനെ ചുമ്മാ നടത്തുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ മുകളിൽ കയറിയിരുന്നൂടെ? കഴുത വെറുതെ നടക്കുവല്ലേ. അപ്പൊ ഇവർ ആലോചിക്കും, ശരിയാണല്ലോ, നമ്മൾക്ക് ആർക്കെങ്കിലും കയറിയിരിക്കാലോ. അപ്പൊ അതിനുശേഷം ഈ അച്ഛൻ പറയും മകനോട്, അവനോട് കയറിയിരിക്കാൻ പറയും. മകൻ ചാടിക്കേറി കഴുതയുടെ പുറത്തിരിക്കും. എന്നിട്ട് വീണ്ടും നടന്നു പോവാണ്. കുറച്ചു ദൂരം നടന്നപ്പോ വേറെ കുറച്ച് ആളുകൾ പറഞ്ഞു, അയ്യോ ഭയങ്കര കഷ്ടമാണ്. കാര്യം അച്ഛൻ പ്രായമുള്ള ഒരാളാണ് അല്ലെ, മകൻ ചെറുപ്പമാണ്. ഈ പ്രായമുള്ള അച്ഛനെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു, ഈ മകൻ കയറിയിരിക്കുന്നു. ഇത് അത്ര നല്ലൊരു കാര്യമല്ല. നിങ്ങൾക്ക് ഒന്നും കൂടി ചിന്തിച്ചുകൂടെ എന്ന് പല ആളുകൾ പറയുന്നത് കേട്ടിട്ട് ഇയാൾ എന്ത് ചെയ്യും? ഈ മകൻ അപ്പൊ ചാടി ഇറങ്ങും. പിന്നീട് അടുത്ത ഇതില് അച്ഛൻ കയറി ഇരുന്ന് കഴുതപ്പുറത്ത് ഇരുന്ന് നടക്കാൻ തുടങ്ങും. വീണ്ടും കുറച്ച് നടന്നു കഴിയുമ്പോ വേറെ കുറച്ച് ആളുകൾ പറയുവാണ്, ആ പാവം കൊച്ചിനെ നടത്തിയിട്ട് ഈ അച്ഛൻ മാത്രം കഴുതപ്പുറത്ത് ഇരിക്കുകയാണ്. ഇത് ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണത്. കൊച്ചു നടക്കുവല്ലേ, അച്ഛൻ മാത്രം അങ്ങനെ സുഖിച്ചിരുന്ന് പോവാണ് എന്ന് പറയുന്നത് കേട്ടപ്പോ വീണ്ടും ഇവർക്ക് തോന്നി ഇതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഇവരെന്ത് ചെയ്തു? രണ്ടുപേരും കൂടി കഴുതപ്പുറത്തിരുന്ന് പോകാൻ തുടങ്ങി. കുറച്ചധികം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോ
വീണ്ടും കുറെ ആളുകൾ പറയുവാണ്, ഓ ആ കഴുതയുടെ കാര്യം നോക്കൂ, അത് ഭയങ്കര കഷ്ടമാണ് ആ കഴുത അല്ലെ, ഇത്രയും രണ്ട് ആളുകളെ ഇത്രയും വെയിറ്റ് അത് ചുമന്നുകൊണ്ട് അതിനെ കണ്ടിട്ട് പാവം തോന്നുന്നു, ഇവർക്കൊരു മനുഷ്യപ്പറ്റില്ല ഈ കഴുതേനെ ഇങ്ങനെ നടത്തുന്നതിൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ആളുകൾ പറയാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് തോന്നി ഇവരിപ്പൊ ചെയ്യുന്നതിലും എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഇവരെന്ത് ചെയ്തു? കഴുതയെ ഇതുപോലെ തല കീഴായിട്ട് 4 കാലും കെട്ടി ഒരു വലിയൊരു വടിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ നടന്നു പോവാം. കുറച്ചു ദൂരം നടക്കണം ഇവരുടെ നാട്ടിലേക്ക്, ഇവരുടെ ഗ്രാമത്തിലേക്ക് പോകാൻ. അപ്പൊ ഒരു പാലം കിടക്കണമായിരുന്നു. അപ്പൊ ഈ പാലത്തിൽ കൂടി പോകുന്ന സമയത്ത് ഈ കഴുതയുടെ പ്രതിബിംബം ആ വെള്ളത്തിൽ കഴുത കണ്ടപ്പോ ഒന്ന് പേടിച്ച് കുതറി ഒന്ന് അനങ്ങിയപ്പോ ആ കയറ് പൊട്ടി കഴുത ആ വെള്ളത്തിൽ വീണ് മരിക്കുകയാണ് ഉണ്ടായത്. ശരി, നമ്മൾ കുഞ്ഞുനാളിലെ കേട്ട കഥ തന്നെയാണ് അല്ലെ, നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു മോറൽ എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര സിമ്പിൾ ആണ്. അതായത് മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ കഴുതയെ ചുമക്കുന്നവരായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പം ഇപ്പൊ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ് അല്ലെ, ഇപ്പൊ ഈ ഒരു വൈറസ് ഞങ്ങൾക്കുണ്ടോ, കാര്യം ഞങ്ങൾ അങ്ങനെ എല്ലാവരും പറയുന്ന കേൾക്കാറില്ല എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് ഈ വൈറസ് ബാധിച്ചിട്ടുണ്ടോ, ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ഒരു ബുക്കും പേന എടുത്തിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ എഴുതി വെച്ചിട്ട് അതിന് യെസ് ഓർ നോ എന്നുള്ള ഇത് മാത്രം എഴുതാം. അതായത് ചോദിക്കുന്ന ചോദ്യങ്ങൾ യെസ് ആണെങ്കിൽ യെസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നോ എന്ന് എഴുതാം. അങ്ങനെയുള്ള സമയത്ത് അത് യെസ് ആണ് മിക്കവാറും നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾ ഈ വൈറസിന് അടിമയാണ്, അല്ലെങ്കിൽ വൈറസ് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സൈഡിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മറ്റുള്ളവരുടെ പ്രതികരണത്തിനനുസരിച്ച് നിങ്ങളുടെ പ്രവർത്തന രീതികളിൽ നിങ്ങൾ മാറ്റം വരുത്താറുണ്ടോ? ഉദ്ദേശം എന്താന്ന് വെച്ചാല് നമ്മൾ മറ്റാളുകൾ പലതും പറയും അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ പലരും പല രീതിയിലുള്ള അവരുടെ അഭിപ്രായങ്ങൾ പറയും. അത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു കാര്യം, നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാതെ അതിൽ വേറെ എന്തെങ്കിലും മാറ്റം വരുത്താറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഞാൻ പറയാം ഒരു ഉദാഹരണം. നിങ്ങൾ RCMന്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കേട്ട് ഒരു ആവേശത്തില് RCM പറയാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ അയൽവാസികളുടെ ഒക്കെ അടുത്ത് പോയി എന്ന് നിങ്ങൾ വിചാരിക്കാം. അപ്പം അവര് കുറച്ച് നെഗറ്റീവ്സ് പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പണിയില്ലേന്നോ, അല്ലെങ്കിൽ ഇത് ആളെ ചേർക്കുന്ന പരിപാടിയാണെന്നോ, അല്ലെങ്കിൽ തട്ടിപ്പാണെന്നോ, അല്ലെങ്കിൽ എന്താ ഉൽപ്പന്നങ്ങൾക്ക് ഭയങ്കര വിലയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട എന്താ ആവശ്യം ഇരിക്കുന്നു. ചിലര് പറയും ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. ചിലവര് പറയും ക്യാൻറ്റീനിൽ നിന്ന്, ഇപ്പം ലാസ്റ്റ് ഞാൻ പോയ ഒരു വീട്ടിൽ അവരങ്ങനെ പറഞ്ഞു, ക്യാൻറ്റീനിൽ നിന്ന് ഞങ്ങൾക്ക് വില കുറച്ച് സാധനങ്ങൾ കിട്ടും. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങള് എന്ത് പറയും, ഒത്തിരി കാര്യങ്ങൾ അവർ പറയും. അപ്പൊ എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ചാല് നമ്മളിത് കേൾക്കുമ്പോ രണ്ടോ മൂന്നോ പ്രാവശ്യം, ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണം നമുക്ക് വന്നാൽ അതോടുകൂടി RCM നിർത്തി നമ്മൾ എന്ത് ചെയ്യും, വീട്ടിലിരിക്കും. ചില ആളുകൾ അങ്ങനെയാണ്. സത്യത്തിൽ നമ്മളുടെ ഉള്ളിൽ RCM ചെയ്യണം എന്നുള്ള അതേ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ മറ്റൊരാളുടെ പ്രതികരണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവര് നമ്മളെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോകും. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ അല്ലെ ആളുകൾ എന്ത് പറ്റും, ഉറപ്പായിട്ടും ഈ വൈറസിന് അടിമയായിട്ടുള്ള ആളുകളായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ. നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇപ്പൊ എന്റെ കാര്യം എടുക്കുവാണെങ്കിൽ എന്റെ പ്രൊഫഷൻ ഞാൻ അഡ്വക്കേറ്റ് ആണ് അല്ലെ. അപ്പൊ ഞാൻ ഈ അഡ്വക്കേറ്റ് പ്രൊഫഷനിൽ നിന്നുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും പിന്നെ അടുത്ത ദിവസം മുതൽ ഒരു മുളകോ മല്ലിയോ മഞ്ഞളോ ഒക്കെ എടുത്ത് ഞാൻ ആളുകളുടെ അടുത്ത് പോവുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാം. അപ്പം തുടക്ക കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഈ വൈറസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ വൈറസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നേ? അപ്പൊ എനിക്ക് ഭയങ്കര ഒരു പ്രശ്നം വന്നു. കാര്യം ഇത്ര നാള് നമ്മളിങ്ങനെ ഒക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ പോയി, പിന്നെ മുളകും മല്ലിയൊക്കെ വെച്ച് നടക്കുന്നു. അപ്പം എനിക്ക് ഒരു കോംപ്ലക്സ് വന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, RCM ഇനി ചെയ്യണോ അതോ നിർത്തണോ എന്നൊക്കെ. ഇത് തുടക്കകാലങ്ങളിൽ നമുക്ക് മിക്കവർക്കും ഉള്ളതാണ്. നമ്മൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ശരിക്കും സത്യം പറഞ്ഞാൽ എല്ലാം നമ്മളെ കളിയാക്കലുകളും നമ്മളെ പറയുന്നതും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യണം. അതിനുള്ള മറുപടി നമ്മൾ ശരിക്കും അവരോട് പറയണം എന്നുള്ളതാണ്. ഇപ്പൊ വില കൂടുതലാണെന്ന് പറയുന്നവരോട് നമുക്ക് പറയാം ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നവും നമ്മുടെ ഉൽപ്പന്നങ്ങളും അത് തമ്മിലുള്ള ഒരു പ്രൈസ് ഡിഫറൻസ് നമുക്ക് എഴുതി കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ മേന്മ അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഞാൻ ആദ്യം ശരിക്കും വൈറസിന്റെ പിടിയിലായിരുന്നു. കോടതിയിലൊക്കെ എന്റെ പേര് അരിക്കച്ചവടക്കാരി എന്ന് വരെ ആയപ്പോ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച ഒരാളാണ്. പക്ഷെ പിന്നീട് RCM പറ്റി കൂടുതൽ നമ്മൾ അറിഞ്ഞപ്പോ മനസ്സിലായത് RCM അറിയുന്നത് എനിക്കാണ്. അതായത് ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് RCM എന്താണെന്ന് അറിയുന്നത് എനിക്കാണ്. ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരു അറിവും ഇല്ലാത്ത ആളുകൾ പലതും പറയും അല്ലെ.
നമ്മളെപ്പോഴും ആരോടാ നമ്മള് എന്താ ഈ ഇൻഡസ്ട്രിയെ കുറിച്ചോ അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് ഈ ഇൻഡസ്ട്രിയിൽ സക്സസ് ആയ ആളുകളോടാണ്. ഇതറിയാത്ത ആളുകൾ ഇതിനെക്കുറിച്ച് പലതും പറയും. അപ്പം അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. അപ്പൊ അവരെന്ത് പറഞ്ഞാലും അത് എന്നെ എഫക്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ, അല്ലെ? അപ്പൊ ഇൻഡസ്ട്രിയിൽ വിജയിച്ച ആളുകളുടെ വാക്കുകൾ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കണക്കിലെടുക്കണം. പക്ഷെ അല്ലാത്ത ആളുകള് നമ്മൾ സത്യം പറഞ്ഞാൽ കണക്കിലെടുക്കരുത്. ഇപ്പൊ ഞാൻ കുറച്ചു നാളുകളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ എവിടെ പോയാലും ഇപ്പം എനിക്ക് വീടിന്റെ പൊസിഷൻ എടുക്കാനുണ്ടാവും, വണ്ടിയുടെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ അടുത്ത് ഒരു പ്രാവശ്യം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് പോയി. അപ്പൊ പോയപ്പോ എന്റെ കൂടെ ഒരു ബാങ്കിലെ ലീഗൽ ഓഫീസറാണ് നമ്മുടെ കൂടെ റിക്കവറിക്ക് വരുന്നത്. അപ്പൊ അവരോട് ഞാനിപ്പോ എല്ലാവരോടും പറയുന്നു, ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കൂടി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി RCM കൂടി ഞാൻ വർക്ക് ചെയ്യുന്നു, പ്രൊഫഷൻ ഈ ഒരു പ്രൊഫഷൻ കൂടി ഞാൻ ചെയ്യുന്നു എന്ന് ഞാനിപ്പോ എല്ലാവരോടും പറയാറുണ്ട്. അപ്പൊ അവരോട് ഞാൻ അങ്ങനെ ജസ്റ്റ് പറഞ്ഞിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് അവർ വിളിച്ചു. അവർക്ക് ആരോ പറഞ്ഞു RCMന്റെ പഞ്ചതുളസി ഡ്രോപ്പ് ഉപയോഗിച്ചിട്ട് അവർക്ക് കഫക്കെട്ട്, ചുമ, ജലദോഷമൊക്കെ മാറി എന്നറിഞ്ഞിട്ട് RCM എന്ന് പറഞ്ഞ ആ ഒരു 3 അക്ഷരം അവർ കേട്ടപ്പോ അവരെന്റെ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിമ്മി RCM ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉണ്ട്, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, ഇതിന്റെ ഗുണങ്ങൾ ഇങ്ങനെയാണ്, ഇതിന്റെ റേറ്റ് ഇതാണെന്ന് പറഞ്ഞു. ആദ്യം 10 ഓർഡർ ചെയ്തു, പിന്നീട് ഒരു 8 കൂടി ഓർഡർ ചെയ്തു. 18 പഞ്ചതുളസി എന്റെ കയ്യിൽ നിന്ന് വാങ്ങി. ഞാൻ അന്ന് അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു ഓർഡർ കിട്ടില്ല. അത് മാത്രമല്ല, അവരുടെ കെയർ ഓഫ് ഒരു ആ ബാങ്കിന്റെ മാനേജർ ഒരു ലേഡിയാണ്. അവര് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തു, 2000 രൂപയുടെ സാധനങ്ങൾ എടുത്തു. അതുപോലെ തന്നെ എന്റെ കൂടെ വന്ന മറ്റൊരു അവസരത്തിൽ വന്ന ഒരു ലീഗൽ റിക്കവറി ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ആന്റണി എന്നാണ്. അദ്ദേഹത്തിന് ഞാൻ പോകുന്ന വഴിയിൽ നമ്മുടെ റിഫ്രഷർ, എനർജി റിഫ്രഷർ കൊടുത്തു. അദ്ദേഹം കുടിച്ചു. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് അദ്ദേഹം നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ആദ്യമൊക്കെ ശരിക്കും മടിയായിരുന്നു. അതായത് മറ്റുള്ളവരെ എന്തെങ്കിലും അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ മാറാൻ ശ്രമിച്ചു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി RCMല് നമുക്ക് നിന്നാൽ സക്സസ് ആകുന്നു, അതിന്റെ വിഷൻ എന്താണെന്നും അത് ആളുകളിലേക്ക് എത്തിച്ചാൽ എന്തൊക്കെ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്, അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് കംപ്ലീറ്റ് ആളുകളോട് പറയാൻ തുടങ്ങി. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നോർത്തിട്ട് ചെയ്യാതിരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകള്. ചില വസ്ത്രങ്ങൾ ധരിക്കുന്ന അവർക്ക് ഇഷ്ടമായിരിക്കും, ചില യാത്രകൾ പോകുന്ന ഇഷ്ടമായിരിക്കും. പക്ഷെ അവർക്ക് പേടിയാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും. അവരെ തൃപ്തിപ്പെടുത്താനായിട്ടാണ് പല സ്ത്രീകളും ജീവിക്കുന്നത്. അപ്പം മറ്റുള്ളവർ ശരിക്കും നമ്മളെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നതല്ല, ശരിക്കും നമ്മൾ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും കാര്യം. അപ്പൊ മറ്റുള്ളവരുടെ പ്രതികരണത്തിനനുസരിച്ച് നിങ്ങളുടെ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വൈറസ് ഉണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം. അപ്പൊ എസ് ഓർ നോ നിങ്ങൾ എഴുതുക. രണ്ടാമത്തത്, നോ പറയേണ്ട സമയത്ത് നോ പറയാൻ മടി കാണിക്കുന്ന ആളാണോ നിങ്ങൾ? ഓരോരുത്തരും ശരിക്കും ഓരോ ഇൻഡിവിജ്വൽ ആണ്. നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. ഇപ്പൊ നോ പറയേണ്ട സമയത്ത് നോ പറയാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വൈറസ് ബാധിച്ചിട്ടുണ്ട്. ഉദാഹരണം, നമ്മളിപ്പോ ഒത്തിരി ആളുകൾക്ക് പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട്, അല്ലെ? ചിലപ്പോ നമ്മുടെ സെയിൽ ചെയ്യുന്നുണ്ടാവാം, നമ്മളുടെ അസോസിയേറ്റ്സിന് നമ്മൾ ബില്ലടിച്ചു കൊടുക്കുന്നുണ്ടാവാം. ചിലര് നമ്മളോട് കടമൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ കടം ഒരിക്കലും RCMല് എന്റർടൈൻ ചെയ്യുന്നില്ല, അല്ലെ? കടം കൊടുക്കരുത് എന്നാണ് പറയുന്നത്. കാര്യം കടം കൊടുത്താൽ അത് ബിസിനസ് തകരാനായിട്ട് കാരണമാവും. അപ്പൊ നമ്മള് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് നോ എന്നാണോ നമ്മൾ പറയുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കാം. നമ്മള് നോ അങ്ങനെ തരാൻ പറ്റില്ല എന്നാണോ പറയുന്നത്? അത് കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ പറയാ, ചിരിച്ചുകൊണ്ട് പറയാ. ശരിക്കും നോ പറയേണ്ട സമയങ്ങളിൽ നമ്മൾ പറയുക. കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ആ ഒരു സമയത്ത് അത് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം ആ സമയത്ത്. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാകും അത് തന്നെയായിരുന്നു ശരിയെന്ന്. അതായത് നമ്മൾ ആ പറയുന്ന നോക്ക് എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. അത് നോ പറയേണ്ടതാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് നോ പറയേണ്ട സമയത്ത് നമുക്ക് നോ പറയാം. ഇനി പല സമയത്തും മറ്റുള്ളവർ എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങൾ നോ പറയാത്ത ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഈ വൈറസിന് അടിമയാണ്. ഓക്കെ, അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് എസ് ഓർ നോ എഴുതാം. ഓക്കെ. മൂന്നാമത്തത്, സഹായം വേണ്ട സമയത്ത് സഹായം ചോദിച്ചു വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ? അതായത് നിങ്ങൾക്ക് ആരോടെങ്കിലും ഇപ്പൊ സഹായം വേണം, അല്ലെങ്കിൽ വേണ്ട ചില സാഹചര്യങ്ങൾ വന്നേക്കാം. നമ്മളത് ചോദിച്ചാലേ കിട്ടുള്ളൂ, അല്ലെ? നമ്മൾ ചോദിക്കണം. അവസരങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ചോദിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ അവരെന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കാതിരുന്നാൽ പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരും. ചില സമയങ്ങളിൽ നമുക്ക് അപ്ലൈന്റെ സഹായം വേണ്ടി വരും, ചില സമയങ്ങളിൽ നമുക്ക് ഡൗൺലൈന്റെ സഹായം വേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് ക്രോസ് ലൈന്റെ സഹായം വേണ്ടി വരും. ശരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കാതിരുന്നാൽ
അവസരങ്ങൾ, നമുക്ക് കിട്ടേണ്ട അവസരങ്ങൾ ചിലപ്പോ മറ്റു പലർക്കും കിട്ടും. പിന്നീട് നമ്മൾ ഓർക്കും, അന്ന് നമ്മൾ ചോദിച്ചാൽ മതിയായിരുന്നു, നമുക്ക് ആ ഒരു അവസരം കിട്ടിയേനെ, അല്ലെങ്കിൽ ആ ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടിയേനെ. അപ്പൊ ഹെൽപ്പ് വേണ്ട സമയത്ത് അത് ചോദിക്കാൻ ചിലപ്പോൾ നമ്മളുടെ ഈഗോ നമ്മളെ സമ്മതിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിച്ചോളൂ, ഈ വൈറസ് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്തത്, നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായുള്ള അഭിപ്രായങ്ങളാണ് ഉള്ളതെങ്കിൽ അത് തുറന്നു പറയാൻ വിഷമം തോന്നാറുണ്ടോ? അതായത് ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, ചിലപ്പോൾ സെയിൽ ചെയ്യുന്ന സംബന്ധിച്ചായിക്കോട്ടെ, ഒരു എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ലെ. നമുക്കുള്ള അഭിപ്രായങ്ങൾ നമ്മൾ തുറന്നു പറയുക. പക്ഷെ ഒരുപക്ഷെ ഈ അഭിപ്രായങ്ങൾ തന്നെ ആയിരിക്കും ശരിക്കും ഏറ്റവും അവിടെ ആ ഒരു പ്രോഗ്രാമിന് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഗുണമായിട്ട് വരുന്നത്. ചിലപ്പോൾ ഇപ്പൊ നമ്മൾ പേരിടുന്നതൊക്കെ അല്ലെ, നമ്മൾ ഓരോ പ്രോഗ്രാമിന് പേരിടുന്ന സിറ്റുവേഷൻസ് നമുക്കറിയാം, പല ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് ഇടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞാൽ തെറ്റിപ്പോവോ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ നിങ്ങൾ ആരോടും പറയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് എന്താണ് പേടിയെന്ന് വെച്ചാൽ ഒരു മുൻവിധിയാണ് അവരെന്ത് വിചാരിക്കും നമ്മളുടെ. അപ്പൊ നമുക്ക് ഒരിക്കലും നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് അങ്ങനെയുള്ളവർക്ക് സാധിക്കില്ല. അവർക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വൈറസ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, സംസാരിക്കുമ്പോൾ പലപ്പോഴും ക്ഷമാപണ രൂപത്തിൽ സംസാരിക്കാറുണ്ടോ? അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ നമ്മളൊരു ക്ഷമാപണ രൂപം എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മാത്രം ഈ പ്രോഡക്റ്റ് എടുത്താൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഈ പ്രോഡക്റ്റ് എടുക്കുമോ, എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ജോയിൻ ചെയ്യോ, എങ്ങനെയെങ്കിലും ഒന്ന് എന്റെ കൂടെ വരൂ, ഈ രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ക്ഷമാപണ രൂപത്തിലാണ് നിങ്ങളുടെ സംസാരമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വൈറസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് കോൺഫിഡന്റ് അല്ല, അവരെന്ത് വിചാരിക്കും, അങ്ങനെ ഒന്നും വിചാരിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ എങ്ങനെ സംസാരിക്കും, ഇങ്ങനെ ഒരു ഈ രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വൈറസ് ബാധിച്ചിട്ടുണ്ട്. ആറാമത്തെ കാര്യം, എല്ലാ കാര്യങ്ങളും 100% കുറ്റമറ്റ രീതിയിൽ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആളാണോ നിങ്ങൾ? ചില ആളുകളുണ്ട്, അവർക്ക് 100% പെർഫെക്റ്റ് ആണെന്നാണ് അവരുടെ ഒരു വിചാരം. ഒരു കാര്യം ചെയ്താൽ അവര് എന്ത് പറയും, അത് 100% കറക്റ്റ് ആയിരിക്കണം അവർക്ക്. അതിൽ ചെറിയ തെറ്റുകൾ അത് സംഭവിക്കുന്നൊന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 100% പെർഫെക്ഷൻ എന്നൊരു സംഭവം ശരിക്കും ഇല്ല. ഇപ്പൊ നമ്മുടെ രാജൻ സാറൊക്കെ എപ്പോഴും പറയും, എന്ത് പ്രോഗ്രാം നടത്തിയാലും എന്താണെങ്കിലും സാറ് പറയും, 100% പെർഫെക്ഷൻ എന്നുള്ള സംഭവം ഇല്ല, ഓൾവേസ് ദർസ് എ ചാൻസ് ഫോർ ഇംപ്രൂവ്മെന്റ് എന്ന് പറയും. എവിടെയും നമുക്ക് കുറച്ച് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ 100% പെർഫെക്റ്റ് ആകണം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത അവരിൽ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളാണ് ഈ വൈറസ് ബാധിച്ച മറ്റൊരു ആളുകൾ. അവരെപ്പോഴും അവരുടെ ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കും. മറ്റുള്ളവർ 100% അവർ അടിപൊളിയായിട്ട് ചെയ്യും. അപ്പൊ അവർ വിചാരിക്കും ആരും നമ്മളെ കുറിച്ചൊന്നും പറയില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എങ്ങനെ ചെയ്താലും ആളുകൾ പറയാനുണ്ടാവും. അപ്പൊ 100% എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിച്ച് ചെയ്യുന്നത് ശരിക്കും ഈ വൈറസ് ബാധിച്ച ആളുകൾ തന്നെയാണ്. കാര്യം നമുക്ക് എല്ലാവർക്കും കുറവുകളും കുറ്റങ്ങളും ഉണ്ട്. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളും ഇന്ന് ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മിക്കവാറും നിങ്ങൾക്ക് യെസ് എന്നാണെങ്കിൽ നിങ്ങളെ ഈ വൈറസ് പിടികൂട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ ഈ വൈറസ് എന്നിൽ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഒത്തിരി ആളുകൾ ബാധിക്കാത്തവരുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചു വന്ന ആളുകളും ഒരുപാട് ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്ക് ഈ വൈറസിന്റെ അനന്തരഫലങ്ങൾ നമുക്ക് എന്താന്ന് നോക്കാം. ഇപ്പം നിങ്ങളുടെ ആൻസർ യെസ് ആണെങ്കിൽ ഈ വൈറസ് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ആഫ്റ്റർ എഫക്ട്സ് എന്താന്ന് നോക്കാം. ഈ വൈറസ് നമ്മളെ ബാധിക്കുവാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഇനി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ലോസ്, സാമ്പത്തിക നഷ്ടം. അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അവരൊത്തിരി സാമ്പത്തിക ബാധ്യത വരുത്തും. അങ്ങനെയുള്ള ആളുകളായിരിക്കും അവര്. അതായത് നമ്മുടെ വരുമാനം ചെലവും ഒന്നും നോക്കാതെ ആളുകളെ കാണിക്കാനായിട്ട് ഇവര് അനാവശ്യമായിട്ടുള്ള ദൂർത്ത് ഇവര് ചെയ്യും. ചിലപ്പോൾ ആഡംബര വീട്, കാറ്, ചിലപ്പോൾ നമ്മളെ RCMനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ മീറ്റിംഗ്സ് ഒക്കെ ഇവർ ഓർഗനൈസ് ചെയ്തിട്ട് കാശ് ഒറ്റയ്ക്ക് മുടക്കിയിട്ട് ചെയ്യാം, ഞാൻ അത് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ നഷ്ടം അവർക്ക് മാത്രമായിരിക്കും. നമ്മുടെ 7 കാർഡിനൽ റൂൾസിൽ പറയുന്ന ഒരു കാര്യമാണ് അവോയ്ഡ് അൺനെസസറി ഷോ ഓഫ് ആൻഡ് ബൂസ്റ്റിംഗ് എന്നുള്ളത് അല്ലെ. അപ്പം നമ്മുടെ ബിസിനസ് തകരാനായിട്ട് അത് കാരണമാവും. കടം മേടിച്ച് ചെയ്യും. ചില ആളുകളുണ്ട് ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താനായിട്ട് ഹ്യൂജ് ബില്ല് സെൽഫ് ഐഡിയിലൊക്കെ അടിച്ചിട്ട് അവരത് മറ്റുള്ളവരെ കാണിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് അങ്ങനൊരു ഇതുള്ളത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഹ്യൂജ് ബില്ലിംഗ് ഒക്കെ അടിച്ച് അവസാനം
അവസാനം എന്ത് പറ്റും? പവനായി ശവമായി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരും. കാര്യം ഞാൻ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ശരിക്കും നമുക്ക് വേണ്ടത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വരുമാനമാണ്. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, അല്ലാതെ മറ്റുള്ളവരെ എന്ത് വിചാരിക്കുന്നു ചിന്തിച്ചുകൊണ്ട് നമ്മള് ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നതല്ല. ശരിക്കും അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവസാനം അവര് സിസ്റ്റത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് വരുന്ന വലിയൊരു നഷ്ടമാണ് സാമ്പത്തിക നഷ്ടം. രണ്ടാമത്തത് ലോസിങ് അവർ പ്രയോറിറ്റീസ്, അതായത് നമ്മുടെ മുൻഗണനകൾ നഷ്ടപ്പെടാൻ ഇടവരുത്തും. അതായത് നമുക്ക് ലൈഫിൽ ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ടാവും. ഒരുപക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റി RCM ആയിരിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ RCM ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് എന്താ പറയാ ഫുൾ സിംഗിൾ RCM ചെയ്യാൻ പറ്റില്ല. ഓരോ സമയത്തും നമ്മുടെ പ്രയോറിറ്റി ഓരോന്നായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു യാത്ര പോകാൻ ഉള്ള ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവും. പക്ഷെ ഞാൻ പോയാൽ ഇവിടുത്തെ കാര്യങ്ങൾ പ്രശ്നമാവും, ഇവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള കുറെ ചിന്തകൾ വന്നാല് ഒരിക്കലും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ജീവിതം ശരിക്കും നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ജീവിക്കുന്നവർ എപ്പോഴും എന്താ പറ്റുന്ന, അവര് സ്വയം അവർക്ക് വേണ്ടി തീർത്ത ഒരു തടവറയിലായിരിക്കും ജീവിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യമാണ് സപ്രഷൻ ഓഫ് അവർ ഒപ്പീനിയൻസ്, അതായത് അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള ആളുകൾ സ്വന്തമായിട്ട് അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല. അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, അവർക്കത് പറയാനുള്ള ധൈര്യം ഒരിക്കലും ഉണ്ടാവില്ല. ഒരു വായ മൂടിയ ഒരു അവസ്ഥയായിരിക്കും അവരുടെ. അതുപോലെ അടുത്തതാണ് ലോസ് ഓഫ് എബിലിറ്റീസ് ആൻഡ് സ്കിൽസ്, അതായത് നമ്മുടെ കഴിവുകളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. ഇതിൽ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവും എന്നുള്ളത് ശരിക്കും അങ്ങനെ ഒരു കഴിവുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്, പ്രപഞ്ച സത്യമാണ്. ചില ആളുകൾ പറയാറുണ്ട് എനിക്കൊരു കഴിവില്ല എന്ന്. പക്ഷെ അത് അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. ഈ നമ്മൾ പറയുന്ന കഴിവ് എന്താണ്? പാട്ട് പാടുന്നതോ ഡാൻസ് കളിക്കുന്നതോ പ്രസംഗിക്കുന്നതോ കലാപരം കായികമായിട്ടുള്ള കഴിവുകൾ, അതൊന്നും മാത്രമൊന്നുമല്ല കഴിവുകൾ. ഒരാളെ നോക്കി ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയുന്നതും, അല്ലെങ്കിൽ മറ്റൊരാളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നതും, ഒരാളെ സന്തോഷത്തിലും ഒരാളുടെ ദുഃഖത്തിലും ഒക്കെ നമുക്ക് പങ്കുചേരാൻ കഴിയുന്നതും ഒക്കെ ഒരു കഴിവ് തന്നെയാണ്, അല്ലെ? എല്ലാവർക്കും അത് പറ്റില്ല. പക്ഷെ മറ്റുള്ളവർ തന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് ചിന്തയുള്ള ആളുകൾ എന്ത് ചെയ്യും? ഈ കഴിവുകളൊന്നും തന്നെ ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ അവർ ശ്രമിക്കില്ല. അവരിങ്ങനെ ജന്മനാ കിട്ടിയ കഴിവുകളൊക്കെ പതിയെ പതിയെ അവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങാനായിട്ട് ഇത് കാരണമാവും. ചിലർക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ആയിരിക്കും. ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പാട്ട് പാടുന്നത് എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കുന്നതൊക്കെ മറ്റുള്ളവർ കാണുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നത് കൊണ്ടാണ് നമുക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാകുന്നത്. അതായത് നമ്മളൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നു, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു, അത് മറ്റുള്ളവർ കാണുന്നു. അവർ കാണുന്നത് നമ്മൾ കാണുന്നത് കൊണ്ടാണ് നമുക്ക് ശരിക്കും സ്റ്റേജ് ഫിയർ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഡ്രൈവ് ചെയ്യുന്നത് ഒരു കഴിവാണ്, അല്ലെ? സൈക്കിള്, കാറ്, ബൈക്ക് ഇതൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്, പിന്നെ നീന്തലില്ല, അതൊരു കഴിവാണ്. പക്ഷെ നീന്തുന്നതും ഡ്രൈവ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് ജീവനം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതിൽ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒത്തിരി അവസരങ്ങളിൽ, അല്ലെ? പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മള് എന്താ പറയുക, സെയിൽ ചെയ്യാൻ പോകുന്നത്, അതായത് ചില ആളുകൾക്ക് സെയിൽ ചെയ്യാനായിട്ടൊരു പേടിയാണ്, പോകാനായിട്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്ന ഓർത്തിട്ട്. ചിലവര് പാട്ട് പാടാനും പ്രസംഗിക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ പേടിയാണ്. പക്ഷെ ഇന്നേ വരെ ആരും സെയിൽ ചെയ്തിട്ടോ പ്രസംഗിച്ചിട്ടോ പാട്ട് പാടിയിട്ടോ ഡാൻസ് കളിച്ചിട്ടോ ഒന്നും ആരും മരിച്ചിട്ടില്ല എന്തായാലും, അല്ലെ? അല്ലാതെയുള്ള കഴിവില്ല. ഡ്രൈവിംഗ് ചെയ്യാനൊന്നും അവർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഡ്രൈവിങ്ങും നീന്തല് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ സ്റ്റേജിലേക്ക് വിളിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും, എന്ത് പറയും എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ട് ആരും മരിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുമില്ല. അപ്പം നമുക്ക് ജന്മനാ ഉള്ള കഴിവുകൾ അല്ലെങ്കിൽ നമുക്കുള്ള കഴിവുകൾ നമ്മൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതൊക്കെയാണ് ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് വരുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഈ വൈറസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെയാണ് അക്സെപ്റ്റ് യുവർ സെൽഫ്. അതായത് ആദ്യം വേണ്ടത് നിങ്ങൾ ആരാണോ എന്താണോ അത് അതേപടി അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം നമ്മുടെ കഴിവുകളും നമ്മുടെ കുറവുകളും അറിയാവുന്ന ആർക്കാ? നമുക്ക് തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളെ ശരിക്കും ഈ വൈറസ് ബാധിക്കില്ല. കാര്യം നമുക്ക് അറിയണത് നമ്മുടെ കുറവുകൾ എന്താണ്, നമ്മുടെ കഴിവുകൾ എന്താണ്, നിങ്ങൾ എന്താണ് യൂണീക്ക് ആക്കുന്നത്. ബി പ്രൗഡ് ഓഫ് വാട്ട് മേക്സ് യു യൂണീക്ക്. അത് നിങ്ങൾക്ക് അഭിമാനം വേണം. നമുക്ക് ഇത്രയും കഴിവുകൾ ഉണ്ട്, മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു അഭിമാനം ഉണ്ടാവണം. ലെറ്റ് ഗോ ഓഫ് വാട്ട് യു കാൺ ചേഞ്ച്. അതായത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അല്ലെ? നമ്മുടെ ക്യാരക്ടർ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ RCMലൂടെ, ഞാൻ പറഞ്ഞു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഒത്തിരി കാര്യങ്ങൾ RCMൽ
വരുമ്പോൾ നമ്മൾ പതിയെ പതിയെ നമുക്ക് മാറുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റാത്തതാണ്. നമ്മുടെ ബേസിക് ക്യാരക്ടർ ചിലപ്പോ നമുക്ക് ഒരുപക്ഷെ മാറ്റാൻ പറ്റില്ല. അത് വിട്ടുകളഞ്ഞേക്കാം. അത് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഐഡന്റിഫൈ യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ കഴിവുകൾ, അതൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. എപ്പോഴും തിങ്ക് പോസിറ്റീവ്ലി, എപ്പോഴും പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ബി കൈൻഡ് ടു യുവർ സെൽഫ്. അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ദയവുള്ളവരായിരിക്കാം. ഓക്കെ, നമ്മളെ തന്നെ നമ്മൾ ശിക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് പോവാതിരിക്കുക. ഫൈൻഡ് സപ്പോർട്ട്. നമുക്ക് എപ്പോഴും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ആളുകളായിട്ട് എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡോണ്ട് ബി എ പെർഫെക്ഷനിസ്റ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ഒരിക്കലും നമ്മൾ വാശി പിടിക്കരുത്. ഞാൻ പറഞ്ഞു നേരത്തെ, ആരും പൂർണ്ണരല്ല, എല്ലാവർക്കും കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. അത് അംഗീകരിക്കുക. നമ്മളൊന്ന് ഒരു കാര്യം ചിന്തിച്ചാൽ മതി. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ഈ ലോകത്ത് കുറെ പേരുണ്ട്, അല്ലെ? നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ കുറെ പേരില്ലേ? അതുപോലെ തന്നെ നമ്മളെ ഇഷ്ടമില്ലാത്ത ആളുകളും കുറെ പേരുണ്ടാവും. അത് ശരിക്കും ഒരു പ്രകൃതി നിയമമാണ്. നമ്മൾ എങ്ങനെ പറയാ, നമുക്ക് കുറെ പേര് ഇഷ്ടമില്ല, പക്ഷെ എല്ലാരും നമ്മൾ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ നടക്കോ? അതൊരിക്കലും നടക്കില്ല. എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിലും അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം ഗാന്ധിജി, അല്ലെ? ഇത്രയും മഹാനായ ഒരു വ്യക്തിയാണ്. ഒരു കാരണം കാണിച്ചാൽ അദ്ദേഹം മറുകാരണം കാണിച്ചു കൊടുക്കും. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിന് ആരുണ്ടായിരുന്നു? എതിരാളികൾ ഉണ്ടായിരുന്നു. അപ്പൊ എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടിരുന്നാലും നമുക്ക് ആളുകൾ എഗെയിൻസ്റ്റ് ആയിട്ട് പറയാനുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെർഫെക്ഷനിസ്റ്റ് ആകാതിരിക്കാൻ. അത് ഓവർ ഇതാണ്. നമുക്കറിയാം നമ്മൾ എങ്ങനെയാണെന്ന്. അതേപോലെ ഇരിക്കുക. നമ്മൾ അത്രയും പെർഫെക്റ്റ്, 100% പെർഫെക്റ്റ് ആവണം എന്നുള്ള കാര്യങ്ങൾ നമ്മളത് വിട്ടുകളഞ്ഞേക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താകും? ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ വൈറസ് ബാധിക്കില്ല. അതുപോലെ അടുത്തതാണ് ഫൈൻഡ് റീസൺസ് ഫോർ യുവർ ആക്ഷൻസ്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും എന്ത് വേണം? വ്യക്തമായിട്ടുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതായത് നമ്മളിപ്പോ ചെയ്യുന്ന എന്ത് കാര്യത്തിനും ഒരു റീസൺ ഉണ്ടാവണം. ആ റീസൺ നിങ്ങളുടെ റീസൺ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ നല്ലതാണ്, ബോധ്യമുണ്ട്, അല്ലെ? ഞാൻ ചെയ്യുന്ന ഇപ്പൊ ആർസിഎം നമ്മൾ പറയുന്നത് നമുക്കറിയാം ഇത് നല്ലൊരു കാര്യമാണ്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്ക് ശക്തമായ റീസൺ ഉണ്ട് ആർസിഎം പറയുന്നതിൽ. എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം ആയിക്കോട്ടെ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ഒരാൾക്ക് നമ്മൾ ഗാമോറൈസിനോൾ കൊടുത്തു, അല്ലെ? പക്ഷെ ഗാമോറൈസിനോൾ എന്താണെന്നറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവര് നിങ്ങളെ കുറ്റപ്പെടുത്തും. ഇതൊന്നും കഴിച്ചാൽ മാറില്ല, അല്ലെങ്കിൽ ഇത് അത്ര നല്ലതൊന്നുമല്ല, ഇത് മരുന്ന്, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ ആ ഉൽപ്പന്നം കൊടുത്തതില് നമുക്ക് വ്യക്തമായിട്ടുള്ള കാരണം, അല്ലെങ്കിൽ അത് ബോധ്യമുണ്ട് നമുക്ക്, അല്ലെ? അപ്പൊ ആരെന്ത് പറഞ്ഞാലും എന്ത് ചോദിച്ചാലും നമുക്കറിയാം ഇത് ഞാൻ കൊടുത്ത നല്ലതിനാണ്, അവര് രക്ഷപ്പെടും നമുക്കറിയാം. അപ്പൊ നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ശരിക്കും ഓരോ റീസൺസ് നമ്മൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടാതെ പോകും. അപ്പൊ എന്ത് ചെയ്യുവാണോ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾ ഈ വൈറസ് ബാധിക്കില്ല. പിന്നെ ബി ആൻ അസർട്ടീവ് പേഴ്സൺ. ഈ അസർട്ടീവ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. അതായത് നോ പറയേണ്ട സമയത്ത് നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് നോ പറയാ. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്തുകൊണ്ടല്ല, അതിന് കാര്യകാരണങ്ങൾ സഹിതം നമ്മൾ നോ പറയാന്നുള്ളതാണ്. ചില ആളുകൾ നോ പറയാൻ പേടിയാണ്. അവര് നോ പറഞ്ഞ അവര് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യോ, അല്ലെങ്കിൽ നോ പറഞ്ഞ അവര് ഇങ്ങനെ മിണ്ടാതിരിക്കും, അങ്ങനെ ഒത്തിരി അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ വെറുതെ ചുമ്മാ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നോ പറയേണ്ട സമയത്ത് അത് ആരാണെങ്കിലും നമുക്കത് നല്ലതല്ല, അത് നമുക്ക് വേണ്ടതല്ല, അത് നോ പറയേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നോ പറയാ എന്നുള്ളതാണ്. അടുത്തത് നെവർ മൈൻഡ്. നമ്മള് മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? അവരെ ബോധപൂർവ്വം അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. അതായത് അവരെ നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല, അവരെ വിട്ടുകളഞ്ഞാൽ മതി. ആരെന്ത് പറഞ്ഞാലും, നമ്മളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ആരെന്ത് പറഞ്ഞാലും നമ്മൾ മനസ്സിൽ പറയാ, ഇത് നമ്മളെ ഒന്നും എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ സലീംകുമാർ സിനിമയിൽ പറയല്ലേ, പോടാ പോയി തരത്തി പോയി കളിക്കാൻ പറയും. അത് മനസ്സിൽ പറയാ, പുറത്ത് പറയണ്ട, മനസ്സിൽ നമ്മൾ പറയാം. അതായത് ആരെന്ന് പറഞ്ഞോട്ടെ, നമുക്ക് നമ്മളുടെ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അവർ പറയുന്നത് പറഞ്ഞോട്ടെ, അത് എപ്പോഴായാലും ആളുകൾ പറയും. നമ്മൾ എന്തെങ്കിലും ചെയ്താലേ ആളുകൾ പറയൂ. അപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ആക്ഷനിൽ ഉള്ളതുകൊണ്ടാണ് നമ്മളെ കുറിച്ച് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. ബിൽഡ് എ സപ്പോർട്ട് ഗ്രൂപ്പ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ശരിക്കും ആർസിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതുണ്ട്. നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എൻകറേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കോൺഫിഡൻസ് തരുന്ന, നമുക്ക് എപ്പോഴും സന്തോഷം തരുന്ന ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. പക്ഷെ ആർസിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഭാഗ്യമാണ്. ശരിക്കും ദൈവം വാരിക്കോരി നമുക്ക് അങ്ങനെയുള്ള ആളുകളെ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്.
ഒരു നമുക്ക് RCMനെ സംബന്ധിച്ചിടത്തോളം ഒരു മിസ്റ്റേക്ക് നമ്മളുടെ ഭാഗത്തുനിന്ന് പറ്റിയാൽ പോലും നമ്മുടെ ലീഡേഴ്സ് ഒക്കെ നമ്മുടെ തോളിൽ കൈത്തട്ടി അല്ലെ അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ നീ ചെയ്തത് നന്നായിട്ടുണ്ട്, കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാം, എപ്പോഴും അഭിനന്ദിക്കുന്നു, നമ്മളെപ്പോഴും അംഗീകരിക്കുന്നു. ശരിക്കും ഏറ്റവും ഇതുപോലെ ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മൾ എന്നുള്ളതാണ് ശരിക്കും. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് കണക്ട് ആകും അല്ലെ. നമ്മളുടെ ചുറ്റുള്ള ആളുകളാണ് നമ്മളെ ശരിക്കും നമ്മൾ ആരുടെ കൂടെയാണോ നമ്മൾ ഉള്ളത് അവരാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ശരിക്കും തമാശയായിട്ട് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ 3 പണക്കാരുടെ കൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ 4ാമത്തെ പണക്കാരനായിട്ട് നമ്മൾ മാറും. 3 കോൺഫിഡൻസ് ഉള്ള ആളുകളുടെ കൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ 4ാമത്തെ കോൺഫിഡൻസ് ഉള്ള ആളായിട്ട് നമ്മൾ മാറും. പക്ഷെ 3 മണ്ടന്മാരുടെ കൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ 4ാമത്തെ മണ്ടനായിട്ട് നമ്മൾ മാറും. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ എൻകറേജ് ചെയ്യുന്ന എന്താ പറയാ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ബിൽഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ഈ വൈറസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അടുത്തതാണ് ഡെവലപ്പ് പോസിറ്റീവ് സെൽഫ് ഇമേജ്. അതായത് നമ്മളിൽ തന്നെ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരണം. അതായത് പ്രശ്നങ്ങൾ വരട്ടെ, എന്തായാലും പ്രശ്നങ്ങൾ വരും, ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും. പക്ഷെ അതിലൊരു പോസിറ്റിവിറ്റി നമ്മൾ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കോവിഡ് വന്നു, ഞാൻ പറഞ്ഞു കൊറോണ വന്നപ്പോ എനിക്കൊരു പോസിറ്റീവ്നെസ് കിട്ടിയത് എനിക്ക് RCM കിട്ടി. അപ്പം നമുക്ക് എത്രയോ പ്രശ്നങ്ങൾ വരും, അപ്പം അതില് നമ്മളൊരു പോസിറ്റീവ്നെസ് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ശരിക്കും വിജയങ്ങൾ നമുക്ക് ആത്മവിശ്വാസം തരും, പക്ഷെ പരാജയങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും അല്ലെ. ഒരുപാട് പഠനം നമുക്ക് കിട്ടുന്നത് എപ്പോഴും എവിടെന്നാ, നമ്മളുടെ പരാജയങ്ങളിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ നമ്മള് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാം, എന്ത് പ്രശ്നങ്ങളും പോസിറ്റീവായിട്ടിരിക്കാം. അങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ് ശരിക്കും എല്ലാവരും വരുന്നത്. എങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ്? എപ്പോഴും ചിരിച്ച് പോസിറ്റീവായിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളുകളുടെ കൂടെ കൂടാനായിരിക്കും എല്ലാവർക്കും ആഗ്രഹം. അല്ലാതെ എപ്പോഴും സങ്കടപ്പെട്ട് എപ്പോഴും നെഗറ്റീവായിട്ടൊരു എന്താ പറയാ വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ കൂടെ കൂടാനായിട്ട് ഒരാൾ പോലും വരില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് നമ്മൾ RCM അസോസിയേറ്റ് ബയേഴ്സ് ആണ്, നമ്മൾ എപ്പോഴും പോസിറ്റീവ് ഇമ്പാക്ട് എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക, ഒരു സെൽഫ് ഇമേജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ഈ വൈറസിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഓക്കെ, അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റൈറ്റ് ടു ആൻ ഒപ്പീനിയൻ ഡസ് നോട്ട് മേക്ക് ദ ഒപ്പീനിയൻ റൈറ്റ്. അതായത് ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന ആളുകൾക്ക് ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് അഭിപ്രായങ്ങളായിട്ട് മാത്രം കാണാം. ആ അഭിപ്രായങ്ങൾ ശരിയാകണം എന്നില്ല അല്ലെ. നമ്മൾ എടുക്കുന്ന അനുസരിച്ചാണ്. നമ്മൾ ചില ആളുകളുടെ അഭിപ്രായങ്ങൾ, ചില കാര്യങ്ങൾ നമുക്കത് പോസിറ്റീവായിട്ട് എടുക്കാം, കാര്യം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതായിട്ട് എടുക്കാം. പക്ഷെ എല്ലാരും പറയുന്ന അഭിപ്രായങ്ങൾ, എല്ലാരും പറയുന്ന കാര്യങ്ങൾ നമ്മൾ അത് വലിയ കാര്യമായിട്ട് എടുത്ത് നമ്മൾ തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. തെറ്റാണെങ്കിൽ അത് അവിടെ വിട്ടുകളയുക, ഗുണമുള്ളതാണെങ്കിൽ നല്ലത് നമുക്ക് അപ്പം അത് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പറയുന്ന കാര്യങ്ങൾ അത് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള കാര്യങ്ങൾ നമുക്കുണ്ട് അല്ലെ. പിന്നെ എന്തെങ്കിലും ഒരാൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? സങ്കടപ്പെട്ട് അവരങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. കാര്യം അത് എടുക്കേണ്ടതാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ അത് തള്ളിക്കളയുക എന്നുള്ളതാണ്. ഡോണ്ട് ബി എ ടച്ച് മീ നോട്ട് പ്ലാൻ. അതായത് തൊട്ടാവാടി നിങ്ങൾക്ക് അറിയാം അല്ലെ. തൊട്ടാവാടിയാണ്. ഈ തൊട്ടാവാടിയുടെ പ്രത്യേകത എന്താ? നമ്മളൊന്ന് തൊട്ട അത് വാടും. അപ്പൊ അതറിയാവുന്നോണ്ട് ആളുകൾ എന്ത് ചെയ്യും? അത് വന്നിട്ട് ആളുകളെല്ലാം ഇതിൽ വന്ന് തൊടും. ഇപ്പൊ ഞാൻ ഇഷ്ടം പോലെ മുമ്പ് ഞങ്ങള് നേരത്തെ താമസിച്ചിരുന്ന വീടിന്റെ അടുത്തൊക്കെ ഈ തൊട്ടാവാടി ഉണ്ടായിരുന്നു. അപ്പൊ ചുമ്മാ ഇതിൽ കൂടി പോകുമ്പോ ഒക്കെ തൊടും. കാര്യം അതൊന്നും വാടുന്ന കാണാനായിട്ട് രസമാണ്. കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും ഇങ്ങനെ വരും, പിന്നെ നമ്മൾ തൊടും. അപ്പം ആളുകൾക്ക് അറിയാം അത് തൊട്ടാ വാടും, അതുകൊണ്ട് അത് തൊട്ടുകൊണ്ടേ ഇരിക്കും. പക്ഷെ ആളുകൾ ആരെങ്കിലും പോയിട്ട് ഒരു ഓലേനെ അല്ലെങ്കിൽ വാഴ അല്ലെങ്കിൽ പ്ലാവ, മാവിലെ ഇങ്ങനെ ഇതിനെയൊന്നും പോയി തൊടില്ല. എന്തുകൊണ്ടാ? അവർക്കറിയാം അത് തൊട്ടാ വാടില്ല എന്നല്ലേ. വാടുന്ന ഒരു ഇതായതുകൊണ്ടാണ് നമ്മൾ അതിനെ പോയി തൊടുന്നത്. അപ്പൊ ഈ ഒന്ന് തൊട്ടാ വാടാനിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ പരിഹസിക്കാനും നമ്മളെ കുറ്റം പറയാനും ഒക്കെ വരും. അപ്പം അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും എന്താ ഇങ്ങനെ വാടിക്കൊണ്ടേയിരിക്കും. അപ്പം എന്താ നമ്മള് ഒരു പ്രോഗ്രാമിൽ ഞാൻ കേട്ടതാണ്, വെറുതെ എന്താ പറയാ സ്വിച്ച് ഇട്ടാ കത്താൻ നിൽക്കണ്ടെന്ന്. അതായത് ആരെങ്കിലും വന്ന് സ്വിച്ച് ഇട്ടിട്ട് പോകുമ്പോ നമ്മൾ കത്താൻ നിൽക്കണ്ട. കാര്യം ആരെങ്കിലും വന്ന് തൊടുമ്പോ നമ്മൾ വാഴാൻ നിൽക്കണ്ട. നമ്മൾ എന്താവണം? നമ്മൾ ഈ തൊട്ടാവാടി പോലെ ആകാതിരിക്കുക, നമ്മളൊരു റോസ് പോലെ ആവാം. റോസിന്റെ എന്താ പ്രത്യേകത? റോസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റോസ് കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലെ. കാര്യം ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു ഫ്ലവർ ആണ് റോസ്. പക്ഷെ എന്നാലും പെട്ടെന്ന് കയറി നമുക്ക് തൊടാനും പറ്റില്ല, കയ്യിൽ മുള്ളുകൊള്ളും.
അല്ലെ? പക്ഷെ എല്ലാ സന്തോഷത്തിന്റെ അവസരങ്ങളിലും എല്ലാ ആഘോഷങ്ങളിലും തലയുയർത്തി പിടിച്ചിരിക്കുന്ന ഒരു ഫ്ലവർ ആണ് ശരിക്കും റോസ്. നല്ല സ്മെല്ലും ആണ് അല്ലെ? നമ്മൾ ഈ റോസിനെ പോലെ ആകാനായിട്ട് ശ്രമിക്കുക. കാര്യം മറ്റുള്ള ആളുകളുടെ ലൈഫിൽ നല്ല സുഗന്ധം പരത്തിക്കൊണ്ട് ശരിക്കും ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഈ റോസിനെ പോലെ ആകാം എന്നുള്ളതാണ്. ശരിക്കും ദൈവം നമ്മുടെ കയ്യിൽ ആർസിയം തന്നിട്ടുണ്ട്. ആർസിയം എന്ന് പറയുന്ന ഒരു ഫ്ലവർ, ഒരു റോസ് ആണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ എന്ന് പറയുന്നത് ഈ ഫ്രാഗ്രൻസ്, ആർസിയമിന്റെ ഈ ഒരു സുഗന്ധം നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അല്ലാതെ തൊട്ടാവാടി ആകാതെ ഇരിക്കാം. നമ്മുടെ ചുറ്റും പല ടൈപ്പ് ആളുകളുണ്ട്. അതായത് എങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റും, ഇപ്പൊ പറയില്ലേ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നു, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നു. അങ്ങനെ നമ്മുടെ ചുറ്റും 4 ടൈപ്പ് ആളുകളാണ് ഉള്ളത്. അപ്പം 4 ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് 4 സാധനങ്ങൾ ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഇടാൻ പോവാണ്. അപ്പം ഓരോ ഗ്ലാസ്സിൽ ഓരോ സാധനങ്ങൾ ഇടും. അപ്പൊ അത് അങ്ങനെയുള്ള ക്യാരക്ടറുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒന്നാമത്തെ ഗ്ലാസ്സിൽ നമ്മൾ കോട്ടൺ, അതായത് പഞ്ഞിയില്ലേ, പഞ്ഞി, അതൊരു ഉണ്ട പഞ്ഞി നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഇടുന്നു. രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഡസ്റ്റ് സോയിൽ എന്ന് പറഞ്ഞാല് നമ്മുടെ പൊടിമണ്ണ് ഇടുന്നു. മൂന്നാമത്തെ ഒരു ഗ്ലാസ്സിൽ പെബിൾസ്, കല്ലുകൾ ഉണ്ടല്ലോ, ഈ പ്രത്യേകതരം, അതിടുന്നു. നാലാമത്തേല് നമ്മൾ പഞ്ചസാര ഇടുന്നു. അപ്പൊ ആദ്യത്തെ ഗ്ലാസ്സിൽ കോട്ടൺ പഞ്ഞി, ഉണ്ടപ്പഞ്ഞി ഇട്ട ഗ്ലാസ്സിൽ എന്ത് പറ്റും? അത് ഫുൾ അത് അബ്സോർബ് ചെയ്യും. അതായത് ഊറ്റി കുടിക്കുന്ന ആൾക്കാർ, നമ്മളെ ഊറ്റി കുടിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവര് നമ്മളെ ഫുൾ ടൈം ഊറ്റി കുടിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ ടെസ്റ്റ് സോയിൽ എന്ന് പറയുന്നത് ഈ പൊടിമണ്ണ് ഇട്ട് കഴിയുമ്പോ ഫുൾ കലങ്ങും. അതായത് വെള്ളം മൊത്തം കലങ്ങും. ഈ ഫുൾ കലക്കാൻ നടക്കുന്ന ആളുകളുണ്ട്. അതായത് അവിടെ നിന്നുള്ളത് ഇവിടെ പറയും, ഇവിടെ നിന്നുള്ളത് അവിടെ പറയും, മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അവരെപ്പോഴും കലക്കിക്കൊണ്ടിരിക്കുക. അവർ അത് തന്നെ ചെയ്യുള്ളൂ, കലക്കിക്കൊണ്ടിരിക്കാം. മൂന്നാമത്തെ ആളുകള് പെബിൾസ് ടൈപ്പാണ്. അതായത് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതായത് ആ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ കിടക്കും. അവരെ കൊണ്ട് നമുക്കൊരു ഗുണവും ഇല്ല, ദോഷവും ഇല്ല. ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരുപോലെയുള്ള ആളുകളുണ്ട്. നാലാമത്തെയാണ് ഷുഗർ. ഷുഗർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഞ്ചസാര, സ്വീറ്റ് ആണ്. നമ്മുടെ ലൈഫ് കൂടുതൽ സ്വീറ്റ് ആക്കുന്നത് ഇത്തരം ആളുകളാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇത്തരം ആളുകളായിട്ടുള്ള ഒരു സഹവാസം കൂട്ടുക. എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, നമുക്ക് കോൺഫിഡൻസ് തരുന്ന, നമ്മളെ എൻകറേജ് ചെയ്യുന്ന, നമ്മുടെ ലൈഫ് സ്വീറ്റ് ആക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ കൂടുക. അല്ലാതെ ഈ 3 കാറ്റഗറി, മുകളിൽ പറഞ്ഞ 3 കാറ്റഗറിയിലുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? നൈസായിട്ട് നമ്മൾ ഒന്ന് അവോയ്ഡ് ചെയ്യുക. നമ്മളൊന്ന് അവരായിട്ടുള്ള സഹവാസം കുറച്ച് വരിക. ഓക്കെ. അപ്പൊ നമ്മൾ തീരുമാനിക്കുക കേട്ടോ, എങ്ങനെയുള്ള ആളുകൾ വേണമെന്ന് തീരുമാനിക്കാം. ഇഫ് യു ഹാങ് ഔട്ട് വിത്ത് ചിക്കൻസ് യു ആർ ഗോയിങ് ടു ക്ലക്ക്, ആൻഡ് ഇഫ് യു ഹാങ് ഔട്ട് വിത്ത് ഈഗിൾസ് യു ആർ ഗോയിങ് ടു ഫ്ലൈ. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ കിയോ കിയോ പറഞ്ഞിരിക്കും. പക്ഷെ നമ്മൾ ഈഗിൾസ്, നമ്മൾ പരുന്തിന്റെ കൂടെയാണ് നമ്മളുടെ സഹവാസം, അല്ലെങ്കിൽ പുറത്തു പോകുന്നതെങ്കിൽ നമ്മൾ പറക്കും. അതും പറക്കുന്നത് എങ്ങനെയാണ്? മഴമേഘങ്ങൾക്ക് മുകളിലൂടെ. കാറ്റും മഴയും ഒന്നും ശരിക്കും കഴുകന് അല്ലെ പരുന്തിന് ഒന്നും വ്യത്യാസമല്ല അല്ലെ? അവർ അതിന്റെ മുകളിൽ കൂടി എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഫ്ലൈ ചെയ്യുന്നുള്ളത്. അപ്പൊ നമ്മൾ ആരുടെ കൂടെ ആകുന്നു, അല്ലെങ്കിൽ ആരുടെ കൂടെ പോകുന്നു എന്നുള്ളതിലാണ് ശരിക്കും നമ്മുടെ ലൈഫിന്റെ ഓരോ ദിവസവും, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ലൈഫിന്റെ ഓരോ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഒരു മന്ത്രമുണ്ട് സക്സസിനായിട്ടുള്ളത്, നെവർ ട്രൈ ടു പ്രൂവ് എനിത്തിങ് ടു എനിവൺ, ഡു ഇറ്റ് യുവർ സെൽഫ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉണ്ടെങ്കിൽ അത് ആരെയും നമ്മൾ തെളിയിച്ച് കാണിക്കൊന്നും വേണ്ട. ഒന്നും ഇവരുടെ മുന്നിൽ നമ്മൾ അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്താൽ എന്താ വരുന്നത്? ചിലപ്പോ ഇന്ന് നമ്മൾക്ക് അതിനുള്ള അപ്രിസിയേഷൻ കിട്ടിയെന്ന് വരില്ല, പക്ഷെ നാളെ, ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഉറപ്പായിട്ടും അതിനുള്ള അപ്രിസിയേഷൻസ് നമുക്ക് കിട്ടും. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമ്മുടെ ലീഡേഴ്സ് ഒക്കെ അല്ലെ? ഗോപകുമാർ സാറ്, മൂർത്തി സാറ്, ബിനു സാറ്, ഡോക്ടർ രാജൻ സാറ്, ഗിരീഷ് സാറ്, ബാബു സാർ, അങ്ങനെ ഇഷ്ടം പോലെ ലീഡേഴ്സ് നമുക്കറിയാം. ഇവരൊക്കെ ഇവരെന്തായാലും ഇവർ തുടങ്ങുന്ന സമയത്ത് എന്തായാലും ഒത്തിരി ആളുകൾ ഇവരെ കുറ്റം പറഞ്ഞു കാണും അല്ലെ? എന്താ പറയാ, നിങ്ങക്ക് വേറെ പണിയില്ലേന്ന് ചോദിച്ചു കാണും. ഒത്തിരി പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അവരെന്ത് ചെയ്തു? ബോധപൂർവം ഈ വൈറസ്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു എന്നുള്ള ആ വൈറസ് അവര് ബോധപൂർവം അവർ അവരിൽ നിന്ന് മാറ്റി. അവരിൽ അത് പ്രവർത്തിച്ചില്ല. ആ വൈറസിനെ അവർ അപ്പൊ തന്നെ അത് കളഞ്ഞത് കൊണ്ട് അവരെന്ത് സംഭവിച്ചു? അവർ ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന നല്ല ലീഡേഴ്സ് ആയിട്ട് മാറുകയും ഒത്തിരി ആളുകൾക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ്, നമുക്ക് ഉറപ്പാണ് അത് നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് അതിന് വ്യക്തമായ റീസൺസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും
നിങ്ങൾ RCM ആണെങ്കിൽ RCM സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് വിട്ടുപോവാതെ കൺസിസ്റ്റന്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ചെറിയ ഒരു പുരോഗതിയെങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതിന് വലിയ തെളിവുകളാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന എല്ലാവരും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ റൈസിംഗ് കോറിലർ ഗിരീഷ് സാർ. കാര്യം ഗിരീഷ് സാറിന്റെ കഥയൊക്കെ ഒത്തിരി തവണ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും കണ്ണ് നിറഞ്ഞു പോയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവരുടെ കഥകളൊക്കെ കേട്ടിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവരും ഒത്തിരി പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് കളിയാക്കലിലൊക്കെ വന്ന ആളുകളാണ്. പക്ഷെ ഇന്ന് അവരുടെ പൊസിഷൻ എന്താണ്? അവരൊക്കെ നമ്മളുടെ മുന്നിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്. ശരിക്കും നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ലൈഫിനെ കുഞ്ഞായിട്ട് കാണും. ലൈഫ് എന്ന് പറയുന്ന ഒരു ചെറിയ സംഭവമായിട്ടും പ്രോബ്ലംസ് ഭയങ്കര വലുതായിട്ടുമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെ കാണുന്നത് കൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ലൈഫ് ചെറുതാണ്, അത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് വിചാരിച്ചിരുന്ന ചില ആളുകൾ ജീവൻ തന്നെ കളയും, ആത്മഹത്യയൊക്കെ ചെയ്യുന്നത് അവര് ലൈഫ് കുഞ്ഞായിട്ട് കാണുന്നതും പ്രോബ്ലംസ് വലുതായിട്ട് കാണുന്നത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ കാണേണ്ടത് പ്രോബ്ലംസ് ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് മാത്രം കണ്ടാൽ മതി. ലൈഫാണ് ഏറ്റവും വലുത്. ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു എന്താ പറയാ, നമുക്ക് ജീവിക്കാനുള്ളതാണ്. ലൈഫ് എന്ന് പറയുന്നത് ഒരു വലുതാണ്. പക്ഷെ പ്രോബ്ലംസ് പറയുന്നത് അതിന്റെ ശരിക്കും ഒരു പാർട്ട് മാത്രമാണ്. അപ്പൊ അതിന്റെ ചെറിയ ഭാഗം മാത്രമാണ് പ്രോബ്ലംസ് എന്ന് മനസ്സിലാക്കി അതിൽ തന്നെ അതിൽ സൊല്യൂഷൻ കണ്ടെത്താം. എല്ലാ പ്രോബ്ലംസിലും ഒരു സൊല്യൂഷൻ ഉണ്ടെന്നാ പറയുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ലൈഫ് അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ലൈഫ് കാണുവാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി ഈ ഡേഞ്ചറസ് വൈറസിൽ നിന്ന് നിങ്ങൾക്ക് ഇനി എസ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് ഇപ്പൊ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വൈറസിൽ നിന്ന് രക്ഷപ്പെടാം. അത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ എന്ത് പറയുന്നു എന്ന് ചിന്തിക്കാനാവാത്ത വിധം നമ്മൾ ബിസി ആവുക എന്നുള്ളതാണ്. കാര്യം നമ്മൾ എപ്പോഴാണ് ഈ ആളുകൾ അവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, ഇവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അവരെന്നെ കുറിച്ച് എന്തോ പറയുന്നു, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാ? നമുക്ക് ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ടാ. അല്ലെ? നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാണ്. പക്ഷെ നമ്മൾ ബിസി ആണെങ്കിലോ, ഇപ്പൊ നമ്മൾ RCM ചെയ്യാൻ തീരുമാനിച്ചു അല്ലെ, നമ്മളൊരു ഡിസിഷൻ എടുത്തു. അപ്പൊ നമ്മൾ RCM നല്ല ഫുൾ സ്വിംഗിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫുൾ ടൈമിൽ നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മൾ ബിസി ആവുന്ന സമയത്ത്, നമ്മുടെ മൈൻഡ് ബിസി ആവുന്ന സമയത്ത് നമുക്ക് ഒന്നും സമയം ഉണ്ടാവില്ല. അതായത് അവരെന്ത് ചിന്തിക്കുന്നു, ഇവരെന്ത് ചിന്തിക്കുന്നു ഒന്നും ചിന്തിക്കാനുള്ള സമയം പോലും നമ്മൾക്ക് ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. അപ്പൊ ഒരു പ്രശ്നങ്ങളും നമ്മളെ അലട്ടില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നോ അല്ലെങ്കിൽ അവരെന്താണോ അവര് പറയുന്നതെന്നോ ഒന്നും നമുക്ക് ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം എല്ലാവരും ഈ 2024 ഫുൾ ബിസി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകളും അതുപോലെ തന്നെ ന്യൂ ഇയർ ആശംസകളും നേരുന്നു. ഓൾറെഡി 10 മണി, ഞാൻ ടൈം നോക്കുമായിരുന്നു. അപ്പൊ എന്തായാലും എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ. ഈ ഒരു ടോപ്പിക്കിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സർ, GRC.